ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. മാന്യ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. തഖ്വ കൊണ്ടുള്ള വസിയത്ത്, അതുകൊണ്ടുള്ള ആഹ്വാനം എല്ലാ ആഴ്ചകളിലും നമ്മൾ കേൾക്കാറുണ്ട്. അത് തന്നെയാണ് ഗൗരവമേറിയ വിഷയവും. ഇന്ന് ഖുത്ബയിൽ പറഞ്ഞു ഉർവത്തുൽ വുസ്ഖാദ് എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു കടലിൽ വീണ് കിടക്കുന്ന സമയത്ത് അവന് പിടിക്കാൻ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയാൽ എങ്ങനെ ആ വള്ളിമേൽ അവന് പിടിക്കും? അതുപോലെയുള്ള ഒരു പിടുത്തം നമുക്ക് പിടിക്കാനുള്ളതാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ ദുനിയാവിന്റെ എല്ലാവിധ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും അതിനിടയിൽ ആ തിരമാലകളിൽ പെട്ട് ആടിയുലയുന്ന മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളിയാണ്. അതാണ് ഉസ്തംസികൂ ബിൽ ഉർവത്തിൽ വുസ്ഖാദ്. എല്ലാ ഖുതുബയുടെയും തുടക്കത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ തഖ്വ കൈമുതലാക്കി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ. കുളത്തിൽ വീണവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു പിടിവള്ളി കിട്ടിയാൽ ആ പിടിവള്ളി എങ്ങനെ എന്നതുപോലെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഒരു വിശ്വാസി തഖ്വയെ കാണേണ്ടത്. അതാണ് എല്ലാ വെള്ളിയാഴ്ചയിലും തുടക്കത്തിൽ തന്നെ തഖ്വല്ലാ എന്ന് പറയുന്നത്. ഖുതുബന്റെ ഫറളായിട്ട് പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചതാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. ആ വസിയത്തില്ലെങ്കിൽ ഖുതുബ തന്നെ സ്വഹിയാവൂല എന്ന് വരെ പണ്ഡിതന്മാർ പറയാറ്. അപ്പൊ അതിൽ നമുക്ക് കൃത്യമായൊരു ധാരണ എപ്പോഴും തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടെ നടക്കുക. മുള്ളുള്ള ഒരു വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ എങ്ങനെ പോകും ചെരുപ്പില്ലെങ്കിൽ എന്നതുപോലെ നമ്മൾ ഈ ജീവിതത്തിൽ എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ നന്നായി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇന്ന് ചർച്ചയിൽ വന്ന വിഷയം ഖുതുബയിൽ പ്രത്യേകമായി ഉണർത്തിയത് അറിവിന്റെ ഇൽമിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ അറിവ് പഠിക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഖതീബ് പറഞ്ഞത്? തനാഫസൽ മുതനാഫിസൂൻ പറഞ്ഞ മത്സരിക്കുന്ന ആളുകളൊക്കെ വൈജ്ഞാനിക മേഖലയിൽ വൻകിട മത്സരങ്ങൾ നടത്തി കഴിഞ്ഞു പോയിട്ടുണ്ട്. നേടേണ്ട നേട്ടങ്ങളൊക്കെ വലിയ വലിയ മഹാന്മാർ നേടിയിട്ടുണ്ട് വൈജ്ഞാനിക മേഖലയിൽ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ച് നേടാനുള്ള ഒന്നുണ്ടെങ്കിൽ അത് ഇൽമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുജാദലയിലെ 11-ാമത്തെ ആയത്താണ് നമ്മൾ മിമ്പറിൽ നിന്ന് കേട്ടത്. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അറിവ് നേടുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവി നൽകും എന്നുള്ളതാണ്. ഈ ലോകത്ത് ഏറ്റവും വലിയ പദവി ഇൽമുള്ള ആളുകൾക്കാണ് എന്ന് അള്ളാഹു ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നമുക്ക് വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് പോലെ നമുക്ക് അറിയാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ അത് പഠിക്കാൻ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, ഉന്നതമായ പദവി അള്ളാഹു നൽകുമെന്ന ഈ ആയത്തിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ഉലമാഉ ഫൗഖൽ മുഅ്മിനീന അലാ മിഅത്തി ദറജാത്ത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതായത് പണ്ഡിതന്മാർ വിശ്വാസികളുടെ മേൽ 100 ദറജയുടെ മുകളിലാണ്. സാധാ വിശ്വാസികളെക്കാൾ ഇൽമുള്ള ആളുകൾ 100 ദറജ മുകളിലാണ്, 100 പടി മുകളിലാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഓരോ ദറജയുടെയും ഇടയിലുള്ള വിടവ് 100 വർഷത്തെ ദൈർഘ്യമാണ്. ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റേ സ്റ്റെപ്പിലേക്കുള്ള ദൂരം 100 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അങ്ങനെയുള്ള 100 ദറജകളുടെ മുകളിലാണ് സാധാരണക്കാരായ അല്ലെങ്കിൽ
ഇൽമില്ലാത്ത വിശ്വാസികളെക്കാൾ ഇൽമുള്ള വിശ്വാസികൾക്ക് എന്ന് റയീസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, അതായത് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതനായ സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മൂപ്പരാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ ഒരാൾ അറിവ് നേടിയാൽ ഉണ്ടാകുന്ന ശ്രേഷ്ഠത, അതിന്റെ മഹത്വം എത്രയാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഖുർആനിൽ അള്ളാഹ് തന്നെ ചോദിച്ചു, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമമാവുമോ? ഒരിക്കലും സമമാവുകയില്ല. അറിവ് ലഭ്യമാവുക എന്നുള്ളത് അത് വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ്. മാത്രമല്ല ഇമാം മുസ്ലിമും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ കേൾക്കുകയുണ്ടായി, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരു മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് വഴിയാണ് ഇൽമിന് തയ്യാറാവുക എന്നുള്ളത്. സ്വർഗത്തിലേക്ക് എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ ഇൽമിന്റെ മാർഗത്തിൽ പ്രവേശിക്കുക. നമുക്ക് പഠിക്കാൻ, അള്ളാന്റെ ദീൻ പഠിക്കാൻ പറ്റാവുന്ന അവസരങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇടപെടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിലേക്ക് പോവാൻ ഒരു എളുപ്പ വഴി ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ ഇടപെടും. മശറിയിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, ആ വഴിയൊക്കെ ഉപയോഗിക്കായിരുന്നു എന്ന് തോന്നുക. ദുനിയാവിലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നമ്മൾ തിരിഞ്ഞു പോകുന്നുണ്ടാവും. അത് അവിടെ ചെല്ലുമ്പോൾ അത് തിരിച്ചറിയുന്ന ഒരവസ്ഥ വരും. അപ്പൊ അതിനു മുമ്പ് നമ്മൾ നേരത്തെ തന്നെ റിസ്ക് ഇല്ലാത്ത പണികളാണ്. ഒരു ഇൽമിന്റെ സദസ്സ് കാണുകയാണെങ്കിൽ അവിടെ കയറിയിരിക്കുക, അവിടുന്ന് പറയുന്നത് കേൾക്കുക. ഇതൊന്നും നമുക്ക് ഭാരമുള്ള പണികളല്ല. അവിടെ നിന്ന് ഇരുന്നു കൊടുത്താൽ മതി. ഉദാഹരണം ഇപ്പൊ ഖുത്ബ പരിഭാഷ കേൾക്കാൻ ഒന്ന് ഇരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ഭാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് ഇൽമ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ മരിച്ചാലും നമുക്ക് ഗുണം ലഭ്യമാകുന്ന കാര്യമാണ് ഇൽമ പഠിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലു. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമലെല്ലാം മുറിഞ്ഞുപോയി. ഇനി അവൻ ഒരു ഭാഗത്തെടുക്കാൻ ഒരു മാർഗമല്ല. എന്നാൽ 3 കാര്യങ്ങൾ റസൂലുള്ളാഹി ബാക്കിയാവുന്നതാണ്. അതിലൊന്ന് ഇൽമു യുന്തഫഉ ബിഹി, അവന് ഉപകാരപ്രദമായ അറിവ്. അവൻ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ അതല്ലെങ്കിൽ ആ അറിവുമായി ബന്ധപ്പെട്ട അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എത്തിക്കുക തന്നെ ചെയ്യും. അവൻ കുറെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് പഠിക്കാനുള്ള സൗകര്യം അവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലം വഖഫ് ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് ഇൽമു പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് നിലനിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സുബ്ഹി നമസ്കാരം കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എല്ലാ സുബ്ഹിന്റെ ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ, പടച്ചവനെ എനിക്ക് നീ ഉപകാരപ്രദമായ അറിവ് തരണമേ. അത് എന്തിനു വേണ്ടിയാണ്? ദുനിയാവും പരലോകവും കിട്ടാൻ വേണ്ടി, സ്വർഗത്തിൽ എളുപ്പമായി കിടക്കാൻ വേണ്ടി. നബി പഠിപ്പിച്ച മസലക ത്വരീഖ യത്ലു ഫീ ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലുള്ള എളുപ്പ വഴി. അപ്പൊ ഇത് ലഭ്യമായാൽ അത് ലഭ്യമാകും. അതുപോലെ പ്രവാചകൻ വരിസ്ഖൻ ത്വയ്യിബ, ശുദ്ധമായ റിസ്ക് തരണം റബ്ബേ എന്ന് പറഞ്ഞു. എന്താണത്? നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ നിറവേറ്റാതെ തിരിഞ്ഞു കളിഞ്ഞാൽ, കാരണം മൊബൈലുമ കളിച്ച് ജോലി ചെയ്യുന്നില്ല, ആ കളിച്ച സമയമുണ്ടല്ലോ അത് നാളെ മഹ്ശറയിൽ ആ ശമ്പളം തിരിച്ചു മേടിക്കും, അതിന്റെ ഉടമസ്ഥന് കൊടുക്കും. അതൊക്കെ എന്താണ്? റിസ്ക് തൊയ്യബല്ല, ഹബീസാണ്. അങ്ങനെ ഒരുപാട്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരുപാട് സംഭവങ്ങൾ. നല്ല റിസ്ക് വേണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. അതിന് എല്ലാ ദിവസവും അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ് പടച്ചവനോട്, എനിക്ക് നല്ല ഭക്ഷണം തരണം. അപ്പൊ നമ്മൾ, പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടി വരും എന്നാണ് നാം ആലോചിക്കുന്നത്. അതുപോലെ വാമലൻ സ്വാലിഹ, നല്ല പ്രവൃത്തി ചെയ്യാനുള്ള, സാലിഹായ പ്രവർത്തനം ചെയ്യാനുള്ള തൗഫീഖും കൊണ്ട റബ്ബേ
എന്ന് പറഞ്ഞ റസൂലുള്ള പ്രാർത്ഥിക്കും. അവ 3 കാര്യത്തിന് വേണ്ടി എല്ലാ ദിവസവും സുബഹിക്ക് പ്രാർത്ഥിച്ചിരുന്നു. ഇൽമ് ലഭ്യമാവാൻ, റിസ്ഖ് ലഭ്യമാവാൻ, സ്വാലിഹായ അമല് ലഭ്യമാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് ലക്ഷ്യം എന്താണ്? നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അന്ത്യമില്ലാത്ത കാലത്തോളം അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ ഖുതുബയിൽ പ്രത്യേകം അതീബ് ഉണർത്തിയത്, നിങ്ങൾക്ക് എന്ത് തിരക്കുകൾ ഉണ്ടായാലും ലാ യസ്രിഫന്നക്കും ശവാഇലുക്കും, നിങ്ങളുടെ ജോലികൾ ഈ അറിവ് പഠിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തിരിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ പറഞ്ഞ സ്വർഗത്തേക്കുള്ള എളുപ്പ വഴിയിൽ നിന്ന് തെറ്റിയിട്ട് അതിലേലും പോയി എവിടെങ്കിലും പോയി ചാടാതിരിക്കാൻ, ഇൽമ് പഠിക്കാനുള്ള അവസരം എവിടെയുണ്ടോ അത് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. ഔലാദിക്കുമെന്നവർ, നിങ്ങളുടെ മക്കൾക്ക് ഇത് തേടാനുള്ള എല്ലാവിധ പ്രേരണയും നൽകണം. ഇപ്പോ സ്കൂളുകള് വെക്കേഷൻ കഴിഞ്ഞ് തുറക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള ഭാഷകൾ വരുന്നത്. അപ്പോ നമ്മളും നമ്മളുടെ നാട്ടിലും ഇവിടെയുള്ള മക്കൾക്ക് വേണ്ടി അവർക്ക് ഇൽമ പഠിക്കാനുള്ള എല്ലാവിധ പ്രേരണകളും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും. ആ രൂപത്തിൽ നമുക്ക് അറിവ് കിട്ടുമ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നീയത്ത് നന്നാക്കേണ്ടതുണ്ട്. നല്ല നീയത്തോടുകൂടെ ആയിരിക്കണം. ഭൗതികമായ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇൽമ നേടുന്നതെങ്കിൽ ഈ പറഞ്ഞ നേട്ടം അതിന് ലഭ്യമല്ല. അന്ത്യമില്ലാത്ത കാലത്തോളം അള്ളാഹിന്റെ സ്വർഗത്തിൽ കിടക്കാനുള്ള പരിപാടി ആണെങ്കിൽ ഭൗതികമായ നേട്ടമല്ല ലക്ഷ്യം. വത്തഖുള്ള, ഖുർആനിൽ പറഞ്ഞു, അള്ളാഹിനെ നിങ്ങൾ സൂക്ഷിക്കണം. വയുഅല്ലിം, അള്ളാഹു തആല നിങ്ങൾക്ക് അറിയാത്തത് പഠിപ്പിച്ചു. നമുക്ക് തഖ്വ മനസ്സിലുണ്ടായാൽ ഇൽമ് വർദ്ധിക്കാൻ അതൊരു കാരണമാണ്. അള്ളാഹു നമുക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചു തരും. പഠിക്കുന്ന ഇൽമ മറക്കാതിരിക്കാനും അത് നിലനിൽക്കാനും ഒക്കെ ഗുണം ചെയ്യും അറിവ് പഠിക്കുക എന്നുള്ളതും അതോടൊപ്പം തഖ്വ ഉണ്ടാവുക എന്നുള്ളതും. അതേപോലെ പ്രത്യേകമായി മിമ്പറിൽ എന്ന് പറഞ്ഞു, ഫൽ ബൈത്തു മദ്രസത്തുൽ ഊല, നിങ്ങളുടെ വീട് ഒന്നാമത്തെ മദ്രസയാണ്. കുട്ടികൾക്കുള്ള എല്ലാവിധ പഠനത്തിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങളുടെ വീട്ടിലെ മദ്രസയിൽ നിന്നാണ് നടക്കേണ്ടത്. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങൾ ആരുടെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ അവരെ കുറിച്ച് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നിറവേറ്റിയോ ഇല്ലേ എന്ന് നാളെ മഹ്ശറയിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളെ കൂട്ടുകാരായി ആരൊക്കെയുണ്ടോ, ആരാണ് കൂട്ടുകാരെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ആരാണ് നമ്മുടെ മക്കളെ പരിപാലിക്കുന്നത്, നമ്മുടെ മക്കൾക്കുള്ള ആയമാരാരാണ്, നമ്മുടെ മക്കൾക്കുള്ള മുദരിസുമാർ അധ്യാപകന്മാരാരാണ്, അവരിൽ നിന്നൊക്കെ കിട്ടേണ്ടതാണോ അവർക്ക് കിട്ടുന്നത്. ഒരു നല്ല അധ്യാപകനിൽ നിന്ന്, ഒരു നല്ല പരിപാലകനിൽ നിന്ന്, ഒരു നല്ല ആയയിൽ നിന്ന്, ഒരു നല്ല നിർദ്ദേശം നൽകുന്ന ആളുകളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വളരെ ഗൗരവത്തോടെ രണ്ടാമത്തെ ഖുതുബയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അധ്യാപകർ ആദരിക്കപ്പെടേണ്ടവരാണ്. ഇൽമ പഠിപ്പിക്കുന്നവരാണവർ. സ്വർഗീയ ലോകത്തേക്കുള്ള എളുപ്പ വഴി നാം പറഞ്ഞു, അതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നവരാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുകയും അവരോട് എന്തെങ്കിലും അപമര്യാദകൾ കാണിക്കുന്നെങ്കിൽ ക്ഷമ ചോദിക്കുകയും അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും വളരെ വിനയാന്വിതരായിക്കൊണ്ട് അവരുമായി ഇടപെടുകയും വേണമെന്ന് ഓർത്തുകയില്ല. അതിന് അദ്ദേഹം ഒരു കവിത ചൊല്ലുന്നത് നമ്മൾ കേട്ടു, ഇന്നൽ മുഅല്ലിമ വത്വബീബ കിലാഹുമാ ലാ യൻസിഹാനി ഇദാഹുമാ ലം യുക്രിമ. ഡോക്ടർമാർ, നിങ്ങളൊരു അസുഖം കാരണം ഡോക്ടറെ സമീപിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ധിക്കാരപരമായ സ്വരത്തിലാണ് ആ ഡോക്ടറോട് സംസാരിക്കുന്നത്, നല്ല നിലക്കല്ല എങ്കിൽ ആ ഡോക്ടർ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മരുന്ന് തരിക? അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇൽമ പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന ആ അധ്യാപകനെ നിങ്ങൾ നല്ല നിലയിൽ ആദരിച്ചില്ല എങ്കിൽ നിങ്ങൾ ആദരിക്കുന്നില്ലെങ്കിൽ നല്ല നിലക്കുള്ള ഉപദേശങ്ങളും
നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല എന്ന്. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നാട്ടിൽ അത് പ്രത്യേകം പറയേണ്ട കാര്യവുമാണ്, നിങ്ങൾക്കറിയാം. അപ്പൊ ഏതായിരുന്നാലും വൈജ്ഞാനിക മേഖലയിൽ സജീവമാവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വർഗീയ പ്രവേശനത്തിന് കൂടുതൽ സാധ്യത ലഭ്യമാകുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് നമ്മളുടെയും നമ്മുടെ മക്കളുടെയും ശ്രദ്ധയുണ്ടാവണമെന്നാണ് ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞത്. അവസാനം എല്ലാ ഖത്തീബുമാരും പറയാറുള്ളത് പോലെ ഗസയിലുള്ള പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടായി. നമ്മളൊക്കെ എപ്പോഴും 5 നേരം നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പാവങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ സുരക്ഷയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അറിവ് വർദ്ധിപ്പിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ. അവർക്കും നമുക്കും എല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.